വല്ലതും മനസ്സിലായില്ലെങ്കിൽ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് വേണ്ടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ. നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവൾ പുതപ്പിൻ്റെ അടിയിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതാണ് ആദ്യം കണ്ട വീഡിയോ. അങ്ങനെ അമ്പലത്തിലെത്തി. ഇത്രയും വർഷത്തിനിടയിൽ സ്വന്തം ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഐശ്വര്യം കാണാനുണ്ട്. എന്തെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ നട പൂട്ടിക്കഴിഞ്ഞിരുന്നു ഗൈസ്. വിഷമമൊന്നുമില്ല, എന്നാലും എന്തോ ഒരിത്. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വോയിസിന് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടിയത്. പുറത്ത് നിന്ന് തൊഴുത് ചന്ദനമൊക്കെ ഇട്ടത് അമ്പലത്തിലല്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ അമ്മ ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം സർജറിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തു. ഡ്രസ്സ് കൊടുത്തിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ സിനിമയൊക്കെ കണ്ട അതിന് ശേഷം ആൾ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഒരു അത്രയ്ക്ക് നീണ്ടില്ല, ഒരു അരമണിക്കൂർ, എല്ലാം കൂടെ ഒരു മണിക്കൂർ. ഓപ്പറേഷൻ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഐസിയിൽ കയറി അമ്മയെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ പരിസരത്തൊന്നും കണ്ടോല്ലോ, റൂമിൽ പോയിരുന്നാൽ മതി, ഇല്ലെങ്കിൽ മുട്ടലടിച്ചൊടിക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂമിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പൊതി ചോറൊക്കെ വാങ്ങിച്ചും കൊണ്ടുവന്ന് റൂമിലിരുന്ന് കഴിച്ചതിന് ശേഷം നീണ്ട ഒരു ഉറക്കത്തിന് വേണ്ടി കിടന്നു. അമ്മയ്ക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വന്ന് കിടന്നത്. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ രണ്ടുപേർക്ക് കയറി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം വന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അമ്മയെ കയറി കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അമ്മയെ റൂമിലോട്ട്, ചെറിയ സർജറി ആയതുകൊണ്ട് തന്നെ ഐസിയുന്നൊക്കെ മാറ്റി റൂമിലോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതാണ് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാലം. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒരു ചായയും പിന്നെ കുറച്ച് ബ്രെഡ് അങ്ങനെയുള്ള കഴിച്ച് നമ്മൾ ടി വിയൊക്കെ കണ്ടിരുന്നതിന് ശേഷം എനിക്ക് അപ്പോഴത്തേക്കും തന്നെ ഒട്ടും വയ്യായിരുന്നു. ഞാൻ വീണ്ടും കയറി കിടന്നു, ഒരു ഉറക്കത്തിന് വേണ്ടി കയറി കിടന്ന്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ചേച്ചി വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു. എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു. എന്നാൽ പിന്നെ അത്രയുള്ള ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.